ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് ആളുകൾ യൂട്യൂബിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് യൂട്യൂബിലൂടെ എങ്ങനെ വരുമാനം നേടാം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് പലരും യൂട്യൂബിലേക്ക് ഇറങ്ങി വരാത്തത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് എങ്ങനെ ഒരു ക്രിയേറ്റർ അല്ലെങ്കിൽ ഒരാൾക്ക് എങ്ങനെ ഒരു ചാനൽ തുടങ്ങി യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷനായിട്ട് പണം നേടിയെടുക്കാം എന്നുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ, എന്നാൽ 100% എന്ന് തന്നെ പറയാം, പെർഫെക്റ്റായിട്ട് നിങ്ങളുടെ ചാനൽ അത്യാവശ്യം ക്വാളിറ്റി തന്നെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് എങ്ങനെ നമുക്കൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. നമുക്കറിയാം, യൂട്യൂബിൽ വളരെ വേഗത്തിൽ ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. എന്നാൽ പല സെറ്റിങ്സുകളും പലരും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഒരു പെർഫെക്റ്റായിട്ട് നമുക്ക് എങ്ങനെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ചാനൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. തൊട്ട് മുമ്പേയുള്ള വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ പോയി കാണുക. ഈ ഒരു വീഡിയോ ന്യൂ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് യൂട്യൂബിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർ. നമ്മൾ തൊട്ട് മുമ്പേയുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യൂട്യൂബിലൂടെ പണം നേടാൻ ആഗ്രഹിക്കുന്നവർ, അതിനെക്കുറിച്ച് ഒന്നും അറിയാത്തവർക്ക് യൂട്യൂബ് ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ മോണിറ്റൈസേഷൻ ചെയ്യാം, ഭയങ്കര കൺഫ്യൂഷനായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ എങ്ങനെ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എടുക്കേണ്ട തീരുമാനങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ചാനലിൻ്റെ നെയിം സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. കുറേയൊക്കെ നമ്മൾ തൊട്ട് മുമ്പേ ഉള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി കാര്യങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു ന്യൂ യൂട്യൂബിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തൊട്ട് മുമ്പേ ഉള്ള വീഡിയോസൊക്കെ പോയി കാണുക. മാത്രമല്ല, നിങ്ങൾ ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരാളാണെങ്കിൽ വെറുതെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ മുഴുവൻ ശ്രദ്ധിച്ച് വേണം ചാനൽ തുടങ്ങാൻ. കാരണം മിക്ക ആളുകളും ചുമ്മാ ആ ഒരു ചാനൽ തുടങ്ങുകയായിരിക്കും, ഒന്ന് തുടങ്ങി നോക്കാമെന്നുള്ള രീതിയിൽ ഫസ്റ്റ് തുടങ്ങുന്നതായിരിക്കും. പക്ഷേ അവരുടെ പ്രതീക്ഷ അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ ചാനൽ ക്ലിക്കായവരും പിന്നീട് അന്ന് ചാനൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായവരൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും പറയുന്നത്, നിങ്ങളൊരു ന്യൂ യൂട്യൂബർ ആണെങ്കിൽ ആ തുടക്കം മുതലേ നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് പോവുകയാണെങ്കിൽ പല ബുദ്ധിമുട്ടുകളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ, ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാൻ ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ നേരെ ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ചാനലിൻ്റെ നെയിം നമ്മൾ സെലക്ട് ചെയ്തു, ചാനലിൽ എന്ത് വീഡിയോസാണ് ഇടാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തു, കാറ്റഗറിയൊക്കെ നമ്മൾ സെലക്ട് ചെയ്തു. ഏത് വിഷയത്തിലാണ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ കഴിയുക, ഈ കാര്യങ്ങളിലൊക്കെ നമ്മളൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് മൊബൈൽ ഫോണിൽ ക്രിയേറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് ലാപ്ടോപ്പിൽ, ഡെസ്ക്ടോപ്പിലൊക്കെ ചെയ്യാം. ഏത് ഡിവൈസിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് ലാപ്പിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മൊബൈൽ ഫോണിലും ചെയ്യാം. മൊബൈൽ ഫോണിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രോം ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങളതിൽ ഡെസ്ക്ടോപ്പ് വേർഷൻ, ഇങ്ങനെ ക്രോമിൽ ഈ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പ് വേർഷൻ എന്ന് കാണാം. അപ്പോൾ ആ ഒരു ഡെസ്ക്ടോപ്പ് വേർഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന അതേ രീതിയിൽ നിങ്ങൾക്ക് ക്രോം ഓപ്പൺ ആയിട്ട് വരും. ഈ രീതിയിൽ നിങ്ങൾക്ക് ക്രോം ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നെയൊക്കെ ഞാൻ ഈ ലാപ്പിൽ കാണിക്കുന്ന അതേ ഫോർമാറ്റിൽ തന്നെയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഈ ഒരു വീഡിയോയിൽ ചാനൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ലെങ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു ന്യൂ യൂട്യൂബർ ആണെങ്കിൽ, അതുപോലെ വേറൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ ഈ ഒരു വിഷയം അറിഞ്ഞിരിക്കണം എന്നുണ്ടെങ്കിൽ മാത്രം വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെ പെർഫെക്റ്റായിട്ടൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. നിങ്ങളുടെ മൊബൈലിലൂടെയാണ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ക്രോം ഓപ്പൺ ചെയ്ത ശേഷം ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്ത് ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ലാപ്പിലൊക്കെ കാണുന്ന പോലെ ക്രോം ഓപ്പണായി വരുന്നതാണ്. ബാക്കി ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ചെയ്താൽ ഈ മൊബൈൽ ഫോണിലും ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. നമ്മളൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഇമെയിൽ ID ആണ്. അപ്പോൾ നമുക്കൊരു ജിമെയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തൊരു
ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ എടുത്ത് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മൊബൈൽ ഫോണിൽ നിങ്ങൾ ഗൂഗിളിൻ്റെ ഏത് സർവീസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും, യൂട്യൂബ് ആയാലും അതല്ലെങ്കിൽ പ്ലേ സ്റ്റോർ ആയാലും അതല്ലെങ്കിൽ നമ്മൾ ആ ഗൂഗിൾ ആപ്പൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഏത് സർവീസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അവിടെ പോയിട്ട് നമുക്ക് ആ ഒരു സർവീസിൽ ഇതുപോലെ ലോഗിൻ ചോദിക്കുമ്പോൾ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ജിമെയിൽ ID ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഇമെയിൽ ID ഉണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. പക്ഷെ അത് നിങ്ങളുടെ പേഴ്സണൽ യൂസിനൊക്കെ മാത്രമായിട്ട് ഉപയോഗിക്കുന്നതാണെങ്കിൽ സെപ്പറേറ്റ് ഒരു ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനിവിടെ പുതിയൊരു ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗൂഗിളിൻ്റെ ഏതെങ്കിലും ഒരു സർവീസ് എടുക്കുക, എന്നിട്ട് ലോഗിൻ ചെയ്യുക, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് കാണാം. അപ്പോൾ ഇവിടെ ഞാൻ ജിമെയിലാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സൈൻ ഇൻ അതുപോലെ പല ഓപ്ഷനുണ്ട് ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ സൈൻ ഇൻ കൊടുത്തു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് താഴെ കാണാം ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ആ ഒരു ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഞാനിത് ചെയ്യുന്നത് കമ്പ്യൂട്ടറിലാണ്. അപ്പോൾ നിങ്ങൾക്കത് മൊബൈൽ ഫോണിലും ചെയ്യാം. ഇതുപോലെ ക്രോമൊക്കെ ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ ഡെസ്ക്ടോപ്പ് വേർഷൻ എന്നുള്ളത് ഓൺ ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളത് കാണാം. അപ്പോൾ അവിടെ 3 ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണോ, അതുപോലെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടുള്ളതാണോ, അതുപോലെ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ളതാണോ. അപ്പോൾ നമ്മൾ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് സെലക്ട് ചെയ്തു. ശേഷം ഇവിടെ ഫസ്റ്റ് നെയിം എന്ന് കാണാം. അപ്പോൾ അവിടെ ഞാൻ സിഹ എന്ന് കൊടുത്തു. അതുപോലെ ലാസ്റ്റ് നെയിം എന്നുള്ളത് മെഹ്വിഷ് എന്നും കൊടുത്തു. സിഹ മെഹ്വിഷ് എന്ന പേരിലാണ് ഞാൻ ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചാനലൊക്കെ ഈ ചാനലിൻ്റെ പേരിൽ ഇമെയിൽ ID വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ചാനലിൻ്റെ നെയിം വെച്ചിട്ടാണ് കൊടുക്കേണ്ടത്. ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഒക്കെ. ചിലർക്ക് അങ്ങനെയൊക്കെ വേണ്ടി വരും. അവരുടെ ചാനലിൻ്റെ അതേ പേരിൽ തന്നെ ഇമെയിൽ ID അല്ലെങ്കിൽ ഒരു സാമ്യത വേണമെന്നൊക്കെ പറയുന്നവരുണ്ട്. അങ്ങനെയെങ്കിൽ അങ്ങനെയുള്ള പേര് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ സിഹ മെഹ്വിഷ് എന്ന് കൊടുത്തു. ശേഷം നെക്സ്റ്റ് കൊടുത്തു. അപ്പോൾ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത്, മാസം, അതുപോലെ ഡേ, അതുപോലെ വർഷം, അതുപോലെ ജെൻഡറൊക്കെ കൊടുക്കുക. ഇതൊക്കെ എപ്പോഴും കറക്റ്റായിട്ട് കൊടുക്കുന്നത് നമ്മുടെ അക്കൗണ്ട് റിക്കവർ ചെയ്തെടുക്കാനും ഉപകാരപ്പെടും പിന്നീട് എപ്പോഴെങ്കിലും. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ജിമെയിൽ നമുക്കിവിടെ സജഷൻ ചോദിക്കുന്നുണ്ട്. സിഹ മെഹ്വിഷ് 253@gmail.com, മെഹ്വിഷ് സിഹ @gmail.com. ഈ ഒരു ID വേണമോ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഈ ഇമെയിൽ ID ഓക്കെ ആണെങ്കിൽ നമുക്കത് ടിക്കറ്റ് നെക്സ്റ്റ് കൊടുക്കാം. ചിലർക്കൊക്കെ ഇങ്ങനെ സജഷൻ വരുമ്പോൾ അത് ഓക്കെ ആകണമെന്നില്ല. അവർക്ക് അവരുടേതായ രീതിയിൽ പെട്ടെന്ന് ഓർമ്മിക്കാൻ പറ്റുന്ന വേറെ രീതിയിലുള്ള ഇമെയിൽ ID വേണമെന്നുണ്ടാകും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് യുവർ ഓൺ ജിമെയിൽ അഡ്രസ്സ് എന്നുള്ളത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഏത് രീതിയിലാണ് വേണ്ടത് എന്നുള്ളത് അവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്കിവിടെ വേണ്ടത് സിഹ മെഹ്വിഷ് @gmail.com എന്നുള്ളതാണ്. അപ്പോൾ ഞാനത് ടൈപ്പ് ചെയ്തു, നെക്സ്റ്റ് കൊടുത്തു. അപ്പോൾ ദിസ് യൂസർ നെയിം ഓൾറെഡി ടേക്കൺ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇത് നമുക്ക് കിട്ടത്തില്ല. അതല്ലെങ്കിൽ പിന്നെ നമുക്കൊരു 1 ഒക്കെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഓക്കെയാണ്. പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. അങ്ങനെ പാസ്വേഡ് ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ ആ ഒരു IDയിൽ ലഭിക്കുന്നതാണ്. പക്ഷേ ഞാനിവിടെ മെഹ്വിഷ് സിഹ @gmail.com രണ്ടാമത് കാണിച്ച ഓപ്ഷൻ എനിക്ക് ഇമെയിൽ ID ഓക്കെയാണ്, എനിക്ക് ഓർമ്മിക്കാൻ പറ്റും. സിഹ മെഹ്വിഷ്, നേരെ തിരിച്ച് മെഹ്വിഷ് സിഹ എന്നുള്ളത്. അപ്പോൾ ഞാനത് ഓക്കെ കൊടുത്തു, നെക്സ്റ്റ് കൊടുത്തു. അപ്പോൾ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു പാസ്വേഡ് കൊടുക്കണം. വളരെ സൂക്ഷിച്ച് വേണം നൽകാൻ. കാരണം ഇത് നമ്മൾ മറന്നു പോകരുത് എന്ന് കരുതി വളരെ സിമ്പിളായിട്ടുള്ളത് കൊടുക്കാനും പാടില്ല. അങ്ങനെ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് താഴെ വീണ്ടും റീ എൻറ്റർ ചെയ്യണം. വേണമെങ്കിൽ നമുക്ക് ഏത് രീതിയിലാണ് ടൈപ്പ് ചെയ്തതെന്ന് അറിയാൻ ഷോ പാസ്വേഡ് എന്നുള്ളത് കൊടുക്കാം. ശേഷം നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ റിക്കവറി ഇമെയിൽ അഡ്രസ്സ് എന്ന് കാണാം. അതായത് നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഈ ഇമെയിൽ IDയിലെ പാസ്വേഡൊക്കെ നമ്മൾ മറന്നു പോവുകയാണെങ്കിൽ നമുക്ക് ഒരു കോഡ് വരും. അതായത് നമുക്കൊരു റിക്കവറി ഇമെയിൽ അഡ്രസ്സ് മറ്റൊരു ഇമെയിൽ ID നമുക്ക് കൊടുക്കാം, നമുക്ക് ഓൾറെഡി ഉള്ള. അപ്പോൾ അതിലേക്ക് കോഡ് വന്നിട്ട് നമുക്കത് റിക്കവർ ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒരു ഇമെയിൽ ID നമുക്കുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് റിക്കവറി ഇമെയിൽ ID എന്ന് പറഞ്ഞിട്ട് പഴയ ഇമെയിൽ ID കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. ശേഷം ആഡ് ഫോൺ നമ്പർ എന്നുള്ളത് കാണാം. അപ്പോൾ ഈ ഒരു ഫോൺ നമ്പർ ഒരിക്കലും പബ്ലിക് ആകുന്നതല്ല, നമ്മുടെ അക്കൗണ്ടിൻ്റെ സെക്യൂരിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആ ഒരു മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത ശേഷം നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു OTP നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് വന്നിട്ടുണ്ടാകും. ആ ഒരു OTP നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു വിത്തിൻ സെക്കൻഡ്സ് തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു OTP അവിടെ കാണാം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ. ആ ഒരു OTP ഇവിടെ
കൊടുത്ത ശേഷം വെരിഫൈ എന്നുള്ളൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളോട് ഗെറ്റ് മോർ ഫ്രം യുവർ നമ്പർ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൻ്റെ അല്ലെങ്കിൽ ജിമെയിൽ ഐ ഡിയുടെ ഒരുപാട് ഓപ്ഷൻസുകൾ നമുക്കവിടെ കാണാം. അത് ജസ്റ്റ് അയാമിന്നൊക്കെ കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഇമെയിൽ ഐ ഡി കാണാം. ശേഷം നെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളോട് അവരുടെ ടേംസ് ആൻഡ് പ്രൈവസിയൊക്കെ പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ശേഷം നമുക്ക് ഐ അഗ്രി എന്നുള്ളൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു പേജ് ലോഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ ഒരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ mehwish@gmail.com എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇമെയിൽ ഐ ഡി നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നേരിട്ട് ജിമെയിലിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഇമെയിൽ ഐ ഡി ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആദ്യത്തെ മെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നമ്മൾ കഴിഞ്ഞു. അതായത് നമ്മളൊരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ഇമെയിൽ ഐ ഡിയിൽ നിന്നാണ് നമ്മളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ജിമെയിൽ ഐ ഡി ഓക്കെയാണ്. അങ്ങനെയെങ്കിൽ ഇനി നമ്മൾ ചാനൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ mehwish@gmail.com എന്നുള്ളതാണ്. അത് ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാൻ കഴിയും. ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക. പിന്നീട് മറന്നു പോകരുത്. പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ മറന്നു പോകാം. അപ്പോൾ അത് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. ശേഷം നമ്മൾ youtube.com അതായത് യൂട്യൂബിലേക്ക് പോവുക. അങ്ങനെ നമ്മൾ ബ്രൗസർ ഓപ്പൺ ചെയ്തു, യൂട്യൂബിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ആ ഒരു റൈറ്റ് സൈഡിൽ മുകളിൽ ഒരു ചാനലിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഇമെയിൽ ഐ ഡി ആയിരിക്കും അവിടെ ലോഗിൻ ആയിട്ടുണ്ടാവുക മിക്ക ആളുകൾക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ കൺഫേം ചെയ്യുക ഏത് ഇമെയിൽ ഐ ഡി ആണ് ലോഗിൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ പുതിയൊരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് ആ ഒരു ഇമെയിൽ ഐ ഡി തന്നെ സെലക്ട് ആയിട്ടുണ്ടാകും. പക്ഷേ നിങ്ങളുടെ മൊബൈൽ ഫോണിലോ കമ്പ്യൂട്ടറിലോ ഓൾറെഡി നിങ്ങൾക്കൊരു ഐ ഡി ഉണ്ടെങ്കിൽ അതാണെങ്കിൽ നിങ്ങൾ സ്വിച്ച് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് സെലക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് എ ചാനൽ എന്ന് കാണാം. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു പുതിയ ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെയാണ് അത് ക്രിയേറ്റ് എ ചാനൽ എന്നുള്ളത് കാണുന്നത്. അതായത് നമുക്ക് ഒരു യൂട്യൂബിൽ കമൻറ്റ്, ലൈക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് യൂട്യൂബിൽ ഒരു പേഴ്സണൽ അക്കൗണ്ട്, ഒരു ചാനൽ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മളോട് നേരിട്ടിട്ട് ക്രിയേറ്റ് എ ചാനൽ എന്നുള്ളൊരു ഓപ്ഷൻ കാണുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ചാനൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, പുതിയ ഇമെയിൽ ഐ ഡി നമ്മൾ ലോഗിൻ ചെയ്ത് യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ ക്രിയേറ്റ് എ ചാനൽ എന്നുള്ളത് കാണാം. അതായത് നമുക്കൊരു പേഴ്സണൽ അക്കൗണ്ട് യൂട്യൂബിൽ വേണം. അതായത് ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാകും. എല്ലാവരുടെ മൊബൈൽ ഫോണിലും നമ്മൾ ഈ ഒരു യൂട്യൂബൊക്കെ കാണുമ്പോൾ കമൻറ്റ് ഇടാനൊക്കെ വേണ്ടിയിട്ടൊരു പേഴ്സണൽ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ടാകും. അപ്പോൾ നമ്മളൊരിക്കലും പേഴ്സണൽ അക്കൗണ്ട് അല്ല ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്, ബ്രാൻഡ് അക്കൗണ്ട് ആയിട്ടാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് വിശദമായിട്ട് പറയാം. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ഇത് ക്രിയേറ്റ് ചെയ്തിട്ടൊരു ചാനൽ വീഡിയോ അപ്ലോഡ് ചെയ്യരുത്. അപ്പോൾ ഞാനിവിടെ ക്രിയേറ്റ് എ ചാനൽ എന്നുള്ള ഓപ്ഷൻ എടുത്തപ്പോൾ സിഹ മെഹ്വിഷ് എന്ന് പറഞ്ഞിട്ടൊരു പേര് കാണാം, നെയിം, അതുപോലെ ഹാൻഡിൽ സിഹ മെഹ്വിഷ് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ഹാൻഡിലും ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ക്രിയേറ്റ് എ ചാനൽ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തു. അപ്പോൾ യൂട്യൂബിൽ നമുക്കൊരു പേഴ്സണൽ അക്കൗണ്ട് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. അതായത് ഒരു ചാനൽ എന്ന് തന്നെ പറയാം, പക്ഷേ ഇത് പേഴ്സണൽ അക്കൗണ്ടാണ്. അപ്പോൾ ഈ ഒരു ചാനലിൽ നമുക്ക് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനും അതിനൊക്കെ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ വ്യൂ യുവർ ചാനൽ എന്ന് കാണാം. റൈറ്റ് സൈഡിൽ എപ്പോഴും ശ്രദ്ധിക്കുക ഏത് ഇമെയിൽ ഐ ഡി ആണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വിച്ച് അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ ഒരൊറ്റ അക്കൗണ്ടാണ് ഉള്ളത്, സിഹ മെഹ്വിഷ് എന്ന് പറഞ്ഞിട്ട് അതിലൊരു ചാനൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ അക്കൗണ്ട് എന്ന് പറയാം. ഇത് പേഴ്സണൽ അക്കൗണ്ട് ആയിട്ടാണ് യൂട്യൂബിൽ ക്രിയേറ്റ് ആയിട്ടുള്ളത്. പക്ഷേ ഇതിലൊരിക്കലും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യണ്ട. കാരണം നമുക്ക് ബ്രാൻഡ് അക്കൗണ്ട് ആയിട്ട് തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടൊരു മറ്റൊരു ചാനൽ തുടങ്ങേണ്ടതുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പേഴ്സണൽ അക്കൗണ്ട് ആണ്. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിൽ നമുക്ക് മനസ്സിലായി വീഡിയോസ് അപ്ലോഡ് നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം സിഹ മെഹ്വിഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലാണ്. ഇപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ നെക്സ്റ്റ് ഒരു ബ്രാൻഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ വീണ്ടും യൂട്യൂബ് എടുക്കുകയാണ്. അങ്ങനെ യൂട്യൂബ് നമ്മൾ എടുത്തു. യൂട്യൂബിൻ്റെ ഹോം പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ക്രിയേറ്റ് എ ചാനൽ എന്നുള്ളൊരു ഓപ്ഷൻ പോയിട്ട് ഇപ്പോൾ വ്യൂ യുവർ ചാനൽ എന്ന് ആയിട്ടുണ്ട്. അതായത് സിഹ മെഹ്വിഷ് എന്ന് പറഞ്ഞിട്ടൊരു പേഴ്സണൽ അക്കൗണ്ട് അവിടെ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ക്രിയേറ്റ് എ ചാനൽ എന്നുള്ളതായിരുന്നു കണ്ടിരുന്നത്. ഇപ്പോൾ അവിടെ വ്യൂ യുവർ ചാനൽ എന്നുള്ളതായി. അതായത് നമുക്ക് യൂട്യൂബിലൊരു പേഴ്സണൽ അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട്
ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് studio.youtube.com എന്ന് ആ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. അതുപോലെ മുകളിൽ ബ്രൗസറിൽ സെർച്ച് ചെയ്യുക. ഇതാണ് യൂട്യൂബ് സ്റ്റുഡിയോ. അതായത് നമ്മുടെ ഒരു ക്രിയേറ്റർക്ക് നമ്മുടെ ചാനൽ എല്ലാം കൈകാര്യം ചെയ്യുന്നത് ഈ ഒരു studio.youtube.com എന്നുള്ള യൂട്യൂബ് സ്റ്റുഡിയോയിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യണം. അപ്പോൾ studio.youtube.com എന്നുള്ളത് മുകളിൽ സെർച്ച് ബാറിൽ പോയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ക്രിയേറ്റർ സ്റ്റുഡിയോ ഉള്ളതുപോലെ യൂട്യൂബിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷനും ബാക്കി കാര്യങ്ങൾ അനലിറ്റിക്സ് എല്ലാം നമുക്ക് കിട്ടുന്നത് studio.youtube.com എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഡാഷ്ബോർഡിലൂടെയാണ്. അപ്പോൾ നമ്മൾ ബ്രൗസർ ഓപ്പൺ ചെയ്യാണ്. ശേഷം അവിടെ studio.youtube.com എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ സ്പേസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ ആ ഒരു ഡോട്ട് കഴിഞ്ഞിട്ട് സ്പേസ് വരരുത്. അതൊക്കെ നമ്മൾ ബാക്ക് സ്പേസ് അടിച്ച് ഡയറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. യെസ്, ഇപ്പോൾ നമുക്കൊരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാനലിൻ്റെ ഡാഷ്ബോർഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ സിഹ മെഹവിഷ് എന്നുള്ള നമ്മുടെ ചാനൽ, അതായത് പേഴ്സണൽ അക്കൗണ്ടിലെ ഡാഷ്ബോർഡാണ് ഇവിടെ. 0 സബ്സ്ക്രൈബറും ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാം. അപ്പോൾ ഇതാണ് ഒരു ക്രിയേറ്ററെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം എന്ന് പറയുന്നത്, ചാനലിൻ്റെ ഡാഷ്ബോർഡ്. ഇപ്പോൾ നിങ്ങളിവിടെ സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കുക. റൈറ്റ് സൈഡിൽ നമ്മൾ ചാനലിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ യുവർ ചാനൽ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ആ ഒരു യുവർ ചാനൽ, നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്യുക. റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ യുവർ ചാനൽ എന്നുള്ള ഓപ്ഷൻ കാണാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ ചാനലിൻ്റെ പേജ് കാണാം. ഇവിടെ ഏറ്റവും താഴെ നമുക്ക് സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ യഥാർത്ഥ ചാനൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ യുവർ ചാനൽ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത ശേഷം സെറ്റിങ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഓപ്ഷൻ വരുന്നതാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമുക്ക് ക്രിയേറ്റ് എ ന്യൂ ചാനൽ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഇതിലൂടെയാണ് നമ്മൾ നമ്മുടെ ചാനൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്, ബ്രാൻഡ് അക്കൗണ്ട് ആയിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. മറ്റേത് പേഴ്സണൽ അക്കൗണ്ടാണ്. ബ്രാൻഡ് അക്കൗണ്ടായിട്ട് നമ്മൾ ചാനൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇതിലൂടെയാണ്. അപ്പോൾ നമുക്ക് studio.youtube.com എന്ന് പോയി മറ്റ് രീതിയിലൂടെയും നമുക്ക് ഈ ഒരു ബ്രാൻഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് നിങ്ങളുടെ ഒരു അറിവിലേക്കായിട്ട് പറഞ്ഞു തരികയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ആ ചാനലിൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത ശേഷം സെറ്റിങ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത ശേഷം ചാനൽ എന്ന് കാണാം. ഇവിടെ നമുക്ക് അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാനേജ് യൂട്യൂബ് അക്കൗണ്ട് എന്ന് കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്താലും നമുക്ക് നേരത്തെ കണ്ട പോലെ നമ്മുടെ ബ്രാൻഡ് അക്കൗണ്ടായിട്ട് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഈ പേജിലേക്ക് തന്നെ വരും. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് എ ന്യൂ ചാനൽ എന്ന് കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പുതിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇതുപോലെ കാണാം ആഡ് ചാനൽ നെയിം എന്നുള്ളത്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ചാനലിൻ്റെ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഏത് രീതിയിൽ നമ്മുടെ ചാനലിൻ്റെ നെയിം കാണണം അതിനനുസരിച്ചിട്ട് നമ്മൾ കൊടുക്കുക. ക്യാപിറ്റൽ ആണെങ്കിൽ ക്യാപിറ്റൽ, സ്മോൾ ലെറ്റർ ആണെങ്കിൽ സ്മോൾ ലെറ്റർ. അപ്പോൾ ഞാൻ സിനിമ സൊറ എന്ന് കൊടുത്തു. ശേഷം ഐ അണ്ടർസ്റ്റാൻഡ് എന്നുള്ള ഭാഗം ടിക്ക് ഇട്ട ശേഷം ക്രിയേറ്റ് എന്നുള്ളൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ചാനലിൻ്റെ നെയിം എന്താണോ അത് കൊടുത്ത ശേഷം ആ ടിക്ക് ഇട്ട ശേഷം ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഇവിടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ചാനൽ നെയിമിലാണ് നിങ്ങളുടെ ബ്രാൻഡ് അക്കൗണ്ട് ക്രിയേറ്റ് ആകുന്നത്. അപ്പോൾ നമ്മളോട് വെരിഫൈ യുവർ അക്കൗണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലാണ് ഇവിടെ വെരിഫൈ ആകേണ്ടത്. അപ്പോൾ നേരത്തെ നമ്മൾ ചാനലിൻ്റെ ഒരു ഇമെയിൽ ഐ ഡിക്ക് കൊടുത്ത പോലെ തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിലേക്ക് ടെക്സ്റ്റ് ആയിട്ടാണോ വോയിസ് കോൾ ആയിട്ടാണോ വേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ആ ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് സെൻഡ് കൊടുക്കുക. അപ്പോൾ ഒരു വെരിഫിക്കേഷൻ കോഡ് OTP നേരത്തെ വന്ന പോലെ വരും. അപ്പോൾ ആ OTP നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. മൊബൈൽ ഫോണിലേക്ക് വന്നിട്ടുണ്ടാകും. ശേഷം കണ്ടിന്യൂ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നമ്മുടെ പേജ് ലോഡായിക്കൊണ്ടിരിക്കുന്നത് കാണാം. അപ്പോൾ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ പ്രോസസ്സിങ്ങിലാണ്. അപ്പോൾ ഇതുപോലെ കാണാം ദിസ് ചാനൽ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ബ്രാൻഡ് അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് കാണുമ്പോൾ നിങ്ങൾ ടെൻഷൻ ആവേണ്ട. ചാനലിൻ്റെ ഐക്കണിൽ റൈറ്റ് സൈഡിൽ നമ്മുടെ ID-യുടെ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ശേഷം സ്വിച്ച് അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം നേരത്തെ ഒരൊറ്റ അക്കൗണ്ടേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇവിടെ സിനിമ സൊറ എന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ടാമത് ക്രിയേറ്റ് ചെയ്ത ചാനലും ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ 2 ചാനൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ
ദിസ് ചാനൽ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് കണ്ടതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട, ക്രിയേറ്റ് ആയിട്ടുണ്ട്. ശേഷം നമ്മൾ studio.youtube.com എന്ന് സെർച്ച് ചെയ്ത് യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം. അപ്പോൾ വെൽക്കം ടു യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇവിടെ എപ്പോഴും നമ്മൾ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ തന്നെയാണോ ഓപ്പൺ ആയിട്ടുള്ളത്, അതുപോലെ സ്വിച്ച് അക്കൗണ്ട് കൊടുത്തിട്ട് നമ്മളെപ്പോഴും നമ്മുടെ അക്കൗണ്ട് തന്നെയാണോ എന്നുള്ളത് കൺഫേം ചെയ്യുക. ഈ ഒരു റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്ത ശേഷം സ്വിച്ച് അക്കൗണ്ട് എന്ന് കാണാം. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൽ എത്ര ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് കാണുന്നത് സിഹ മെഹവിഷ് എന്നുള്ളതാണ്. നമ്മൾ mehavish@gmail.com അതവിടെ ആദ്യം കാണാം. ശേഷം സിഹ മെഹവിഷ് എന്നുള്ളത് ഇത് നമ്മുടെ പേഴ്സണൽ അക്കൗണ്ടാണ്. ഇതിലല്ല നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള രണ്ടാമത് ബ്രാൻഡ് അക്കൗണ്ട് ആയിട്ടുള്ള സിനിമ സൊറ എന്നുള്ള പേരിലാണ്. അപ്പോൾ അത് നമുക്കവിടെ കാണാം. അപ്പോൾ ജസ്റ്റ് അത് സെലക്ട് ചെയ്യുക. അതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലൊരു ക്ലിക്ക് ബട്ടൺ, ഒരു ശരിയായ ഒരു ടിക്ക് ബട്ടൺ ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഇത് ഓക്കെ ആണെങ്കിൽ അതാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുകയാണ്. നമ്മുടെ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോയിലെ സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ലെഫ്റ്റ് സൈഡിൽ studio.youtube.com എന്നടിച്ച ശേഷം കാണുന്ന ക്രിയേറ്റർ സ്റ്റുഡിയോയിൽ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം കൊടുക്കേണ്ടത് ചാനൽ എന്നുള്ളൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ബേസിക് ഇൻഫോ എന്ന് കാണാം. ഇവിടെ നമ്മൾ നമ്മുടെ കൺട്രി സെലക്ട് ചെയ്യുക, ഇന്ത്യ കൊടുക്കുക. രണ്ടാമത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് കീവേഡ്സ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഏത് വീഡിയോ ഏത് ടൈപ്പാണ് എന്നുള്ളത് നോക്കിയിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡുകൾ ഇവിടെ കൊടുക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ ചാനൽ ഏത് കാറ്റഗറിയിലാണ് റാങ്കിങ് വരേണ്ടത് എന്നുള്ളത് ഇവിടെ കൊടുക്കുന്നൊക്കെ കീവേഡിനനുസരിച്ചിട്ടാണ് സെർച്ചിങ്ങിലൊക്കെ വരുന്നത്. നമ്മുടെ ചാനലിൻ്റെ നേച്ചർ എങ്ങനെയാണെന്ന് യൂട്യൂബ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇവിടെ കൊടുക്കുന്ന കീവേഡുകളാണ്. സാധാരണ 500 നമ്മൾ ടാഗൊക്കെ കൊടുക്കുന്ന 500 ലെറ്റർ വരെ നമുക്കിവിടെ കൊടുക്കാൻ കഴിയും. അപ്പോൾ ഇതിപ്പോൾ ഒരു മൂവി റിലേറ്റഡ് ആയിട്ടുള്ളത് കൊണ്ട് ഞാൻ മലയാളം മൂവി, സിനിമ ന്യൂസ്, ന്യൂ മലയാളം സിനിമ, ന്യൂ മലയാളം മൂവി, മമ്മൂട്ടി, മോഹൻലാൽ, പൃഥ്വിരാജ്, അങ്ങനെയുള്ള ഇത് റിലേറ്റഡ് ആയിട്ടുള്ള മലയാളി സിനിമയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡുകൾ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മിക്ക ക്രിയേറ്റേഴ്സും ഈ ഒരു ഓപ്ഷൻ ചെയ്യാറില്ല. നിങ്ങൾ നിർബന്ധമായിട്ടും ഇത് ചെയ്യണം. നിങ്ങളുടെ ചാനൽ കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടാണെങ്കിൽ കുക്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാക്കുകളൊക്കെ നിങ്ങൾ ഇവിടെ കൊടുക്കണം. ഇപ്പം ഓൾറെഡി ചാനൽ ക്രിയേറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സെറ്റിങ്സ് എടുത്ത് നിങ്ങളുടെ ഓൾറെഡി ഉള്ള ചാനലിൽ പോയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് കൊടുത്ത ശേഷം നിങ്ങൾ അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഓഡിയൻസ് എന്ന് കാണാം. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. ഒരു ചാനലിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത് നോ സെറ്റ് ദിസ് ചാനൽ ആസ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ളതാണ്. നമ്മുടെ ചാനൽ നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതൽ പറയാനുണ്ട്. പക്ഷേ നമ്മളിവിടെ 3 ഓപ്ഷൻ കാണാം. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ല നമ്മുടെ ചാനൽ എന്നുള്ളത് കൊണ്ട് രണ്ടാമത്തെ ഓപ്ഷൻ കൊടുക്കുക. പിന്നെ നമുക്ക് താഴോട്ട് കാണാം ഒരു ഓട്ടോമാറ്റിക് ചാപ്റ്റർ, ഇതൊക്കെ അതുപോലെ തന്നെ ഇരുന്നോട്ടെ. അഡ്വർടൈസ്മെൻറ്റ് എന്നുള്ളത് ഇവിടെ ഒരിക്കലും നമ്മൾ ടിക്കറ്റ് കൊടുക്കരുത്. കാരണം നമ്മുടെ ചാനലിൻ്റെ റവന്യൂവിനെ ഇത് ബാധിക്കും. അപ്പോൾ നിങ്ങളൊരു ഓപ്ഷൻ കണ്ടു എന്നതുകൊണ്ട് ടിക്കറ്റ് കൊടുക്കേണ്ട, അതൊക്കെ അതുപോലെ തന്നെ അവിടെ ഇരുന്നോട്ടെ. ശേഷം നമുക്ക് അലോ വ്യൂവേഴ്സ് ടു ക്ലിപ്പ് മൈ കണ്ടൻറ്റ് എന്നുള്ളത് നമ്മുടെ കണ്ടൻറ്റ് മറ്റുള്ളവർക്ക് യൂസ് ചെയ്യാനുള്ള പെർമിഷൻ നിങ്ങൾക്ക് അവിടെ ടിക്കറ്റാൽ അവർക്ക് എടുക്കാം. ടിക്കറ്റ് ഇല്ലെങ്കിൽ അവർക്ക് എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ ഫീച്ചർ എലിജിബിലിറ്റി എന്ന് കാണാം. അപ്പോൾ ഈ ചാനലിൽ മൂന്നാമത്തെ ഒരു ഓപ്ഷനാണ് ഫീച്ചർ എലിജിബിലിറ്റി എന്നുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് എന്നുള്ളത് ഇത് ഓൾറെഡി എനേബിൾഡ് ആണ്. നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനും പ്ലേലിസ്റ്റൊക്കെ ആഡ് ചെയ്യാം. രണ്ടാമത്തേത് ഇൻ്റർമീഡിയറ്റ് ഫീച്ചേഴ്സാണ്. ഇത് ചെയ്തിട്ടില്ല. ഇത് നമ്മൾ വെരിഫൈ ആക്കി എടുക്കേണ്ടതുണ്ട്. അതായത് ഈ ഒരു വെരിഫിക്കേഷൻ എനേബിൾ ആക്കി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് 15 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസ് ചെയ്യാനും തംബ്നെയിൽ ആഡ് ചെയ്യാനും ലൈവ് സ്ട്രീമൊക്കെ ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നിർബന്ധമായിട്ട് നമ്മളിത് ചെയ്യണം. അപ്പോൾ വെരിഫൈ യുവർ ഫോൺ നമ്പർ എന്ന് കാണാം. അപ്പോൾ നമ്മൾ ആ ഒരു ഫോൺ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ നമ്പർ ടൈപ്പ് ചെയ്ത ശേഷം ഗെറ്റ് കോഡ് എന്നുള്ളൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്കൊരു OTP വരും. ആ OTP നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു സ്റ്റെപ്പാണ്. വളരെ വേഗത്തിൽ നമുക്ക് ആ ഒരു OTP വരുന്നതാണ്. അങ്ങനെ മൊബൈലിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് വന്ന OTP ഇവിടെ എൻ്റർ ചെയ്യുക. ശേഷം സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാം ഫോൺ നമ്പർ വെരിഫൈഡ് എന്ന് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഗ്രീൻ സിഗ്നലിൽ.
ശേഷം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെയൊക്കെ സേവ് കൊടുക്കുക എന്നുള്ളതാണ്. ഓരോ സ്റ്റെപ്പ് ചെയ്തിട്ടും നമ്മളത് സേവ് കൊടുക്കണം. നമ്മൾ സെലക്ട് ചെയ്തതുകൊണ്ട് മാത്രമായില്ല, സേവ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്ത് സേവ് ചെയ്താൽ മാത്രമാണ് ആ ഒരു ഓപ്ഷൻ സേവ് ആവുകയുള്ളൂ. അപ്പോൾ ഇവിടെ സെറ്റിങ്സ് സേവ്ഡ് എന്ന് കാണാം. അപ്പോൾ വീണ്ടും നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. നേരത്തെ കൊടുത്തതൊക്കെ സേവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചാനൽ എന്നുള്ള ഓപ്ഷനിലാണ് ചെയ്തത്. ഫീച്ചർ എലിജിബിലിറ്റി വീണ്ടും എടുത്തു. മൂന്നാമത്തെ ഓപ്ഷൻ ഉള്ളത് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് എന്നുള്ളതാണ്. അതായത് നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം ഒക്കെ വന്നാൽ അപ്പീൽ ചെയ്യാനും അതുപോലെ ഒരുപാട് ലൈവ് സ്ട്രീം ഒന്നിൽ കൂടുതൽ ചെയ്യാനും അതുപോലെ നമുക്ക് ഒരുപാട് വീഡിയോസ് ഷോർട്സുകളൊക്കെ അപ്ലോഡ് ചെയ്യാനും അങ്ങനെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നമുക്ക് ഫീച്ചർ ലഭിക്കണം എന്നുണ്ടെങ്കിൽ, ചാനൽ മോണിറ്റൈസ് ചെയ്യണമെങ്കിലൊക്കെ ഈ മൂന്നാമത്തെ സ്റ്റെപ്പ് കൂടി നമ്മൾ എനേബിൾ ആക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് 3 വഴികളുണ്ട്. ഒന്നുകിൽ നമുക്ക് വീഡിയോ വെരിഫിക്കേഷൻ, അതല്ലെങ്കിൽ നമ്മുടെ ID ഉപയോഗിച്ചിട്ട്, അതല്ലെങ്കിൽ ചാനൽ ഹിസ്റ്ററി ഉപയോഗിച്ചിട്ടും. അപ്പോൾ ഇത് ഒരു വീഡിയോയുടെ ലെങ്ത് കൂടും എന്നുള്ളത് കൊണ്ട് ഞാനത് കാണിക്കുന്നില്ല. ഓട്ടോമാറ്റിക്കായിട്ട് വീഡിയോസ് ചെയ്യുമ്പോഴും അത് വെരിഫൈ ആകും. ഇനി നമുക്ക് അടുത്തൊരു ഓപ്ഷൻ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് അപ്ലോഡ് ഡിഫോൾട്ട്സ് എന്ന് കാണാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ തന്നെയാണ്. ഇതും നമ്മൾ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബേസിക് ഇൻഫോ എന്ന് കാണാം. അപ്പോൾ ഈ ബേസിക് ഇൻഫോയിൽ നമ്മൾ ഈ ടൈറ്റിൽ എന്നുള്ള ഭാഗത്ത് എന്താണോ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്, അപ്പോൾ ക്രോമിലൂടെയൊക്കെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ടൈറ്റിൽ വരും. ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പോൾ ഡിഫോൾട്ടായിട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെക്കാം എന്നുള്ളതാണ്. അപ്പോൾ ചില ഡിസ്ക്രിപ്ഷനിലൊക്കെ ചില ആളുകളുടെ ചാനലിലൊക്കെ നിങ്ങൾക്ക് കാണാം അവരുപയോഗിക്കുന്ന ഗാഡ്ജറ്റൊക്കെ അവരതിൽ പറഞ്ഞിട്ടുണ്ടാകും. അതൊക്കെ എല്ലാത്തിലും പോയി ടൈപ്പ് ചെയ്യേണ്ട. ഇവിടെ ഒരു തവണ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും എല്ലാ വീഡിയോക്കും ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതുപോലെ വിസിബിലിറ്റി എന്ന് കാണാം. അത് നിങ്ങൾക്ക് അൺലിസ്റ്റഡ് ആയിട്ട് വെച്ച് അപ്ലോഡ് ചെയ്യാം, അങ്ങനെ സേവ് ചെയ്യാം. ശേഷം ടാഗ് എന്നുള്ളൊരു ഓപ്ഷൻ, അത് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ വ്യത്യസ്ത വീഡിയോക്ക് വ്യത്യസ്ത ടാഗാണ് എന്നതുകൊണ്ട് അത് ബ്ലാങ്ക് ആക്കി വെക്കാം. ഇനി റൈറ്റ് സൈഡിൽ അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ നോക്കാം. അപ്പോൾ ഇവിടെയൊക്കെ നേരത്തെ കണ്ടപ്പോൾ പോലെ തന്നെ ഡിഫോൾട്ടായിട്ട് അതിൽ ഓൾറെഡി കമൻറ്റൊക്കെ ഓണാണ്. അപ്പോൾ അതൊന്നും നമ്മൾ ഇനി ഇവിടെ മാറ്റണം എന്നില്ല. കമൻറ്റ് സെക്ഷനൊക്കെ നമുക്ക് വേണമെങ്കിൽ കൂടുതൽ മോഡറേറ്റ് ചെയ്യാൻ കഴിയും. അതായത് നമ്മൾ കണ്ട ശേഷം മാത്രം അപ്രൂവ് ചെയ്യുന്ന രീതി, അതുപോലെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കുന്ന രീതിയൊക്കെ ഉണ്ട്. പക്ഷേ ഞാനിവിടെ ഓൺ തന്നെ കൊടുക്കുന്നു. ഈ ഒരു ഓപ്ഷൻ ഷോ ഹൗ മെനി വ്യൂവേഴ്സ് ലൈക്ക് ദിസ് വീഡിയോ എന്നുള്ളത്, നമ്മളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞ് അതിൽ ലൈക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എത്ര പേര് ലൈക്ക് ചെയ്തു എന്ന് കാണണം എന്നുണ്ടെങ്കിൽ ടിക്കറ്റ് കൊടുക്കാം ഇവിടെ. അതല്ല, ആ ലൈക്ക് ചെയ്തവരുടെ എണ്ണം എത്രയാണെന്ന് കാണണ്ട എന്നുണ്ടെങ്കിൽ അത് ടിക്ക് ഒഴിവാക്കിയാൽ മതി. ശേഷം നേരത്തെ പറഞ്ഞ പോലെ സേവ് കൊടുക്കുക. എന്ത് ഓപ്ഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും സേവ് കൊടുക്കാൻ മറക്കരുത്. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. വീണ്ടും സെറ്റിങ്സ് ഓപ്പൺ ചെയ്തു. നമ്മൾ അപ്ലോഡ് ഡിഫോൾട്ട്സ് കൊടുത്തു. ഇനി പെർമിഷൻ എന്നുള്ളതാണ്. പെർമിഷൻ എന്നുള്ളത് നമ്മുടെ ചാനലിൽ നമുക്ക് ആരെങ്കിലുമൊക്കെ മാനേജർ ആഡ് ചെയ്യാനും അതുപോലെ അങ്ങനത്തെയൊക്കെ കാര്യങ്ങളാണ്. അപ്പോൾ ജസ്റ്റ് ഇത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പറയാം. കാരണം കൂടുതൽ വീഡിയോയുടെ ലെങ്ത്ത് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു സെറ്റിങ്സ് നോക്കാം. ചാനൽ കസ്റ്റമൈസേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെറ്റിങ്സ് ഏതാണെന്ന് ചോദിച്ചാൽ കസ്റ്റമൈസേഷൻ എന്ന് പറയാം. നമ്മുടെ ചാനൽ എങ്ങനെയാണ് മറ്റുള്ളവർ കാണണം, അതിനൊരു ലേഔട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. നമ്മുടെ ചാനലിൻ്റെ മൊത്തത്തിലുള്ളൊരു ഔട്ട്ലുക്ക് നമ്മളിവിടെ ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം കസ്റ്റമൈസേഷൻ എന്നുള്ളൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം കാണുന്നത് ലേഔട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാനിപ്പോൾ വ്യക്തമായിട്ട് പറയുന്നില്ല. 3 ഓപ്ഷൻ ഉണ്ട്: ലേഔട്ട്, ബ്രാൻഡിങ്, ബേസിക് ഇൻഫോ. ലേഔട്ട് നമ്മൾ ചാനലൊക്കെ വീഡിയോ ചെയ്ത് തുടങ്ങിയ ശേഷം പറയുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. അപ്പോൾ ഞാനിവിടെ ബ്രാൻഡിങ് എന്നുള്ളൊരു ഓപ്ഷൻ പറയാം. മറ്റേ ഓപ്ഷൻ ഞാൻ പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞിരുന്നതാണ്. ഇവിടെ ബ്രാൻഡിങ് എന്നുള്ളൊരു ഓപ്ഷനിലാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഒരു ഔട്ട്ലുക്ക് നമ്മളിവിടെ മാറ്റാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ചാനൽ ഇവിടെ ബ്ലാങ്ക് ആണ്. ഇപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നത്. സിനിമ സ്വറ എന്ന് പറഞ്ഞിട്ട് ഈ രീതിയിൽ. പക്ഷേ നമുക്ക് ഈ രീതിയിലേക്ക് മാറ്റണം. പ്രൊഫൈൽ പിക്കും കവർ പിക്ചറൊക്കെ കൊടുത്ത് ഈ ഒരു രീതിയിലേക്ക് നമുക്ക് മാറ്റണം എന്നുണ്ട്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ചാനൽ കസ്റ്റമൈസേഷൻ ഓപ്പൺ ചെയ്ത ശേഷം ബ്രാൻഡിങ് എന്നുള്ള ഓപ്ഷനിൽ ഇവിടെ അപ്ലോഡ് എന്ന് കാണാം, പിക്ചർ അപ്ലോഡ് എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ജസ്റ്റ് മൂവി റിലേറ്റഡ് ആയതുകൊണ്ട് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒരു ഫോട്ടോ ഞാൻ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ഫോട്ടോസ് കിട്ടി. അതിൽ നിന്ന് കുഴപ്പമില്ലാത്ത എനിക്ക് തോന്നുന്നൊരു ഫോട്ടോ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തു. നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിന് പറ്റിയത് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ നിന്നൊരു ഫോട്ടോ എടുത്ത് സിനിമ റിലേറ്റഡ് ആയതുകൊണ്ട് എനിക്ക്
മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെ ഒരു ഫോട്ടോ മതി എന്നുള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് അത് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിവിടെ ഏത് രീതിയിൽ വേണം, മാക്സിമം ക്ലോസപ്പ് ആക്കി വെക്കുന്നതാണ് നല്ലത്, കാരണം ചെറിയ രീതിയിൽ കാണുകയുള്ളൂ ഫോണിൽ. അപ്പോൾ നമ്മൾ മാക്സിമം കൊടുത്തു, നേരത്തെ പറഞ്ഞ പോലെ സേവ് കൊടുത്തു. ഇനി നമുക്ക് കവർ പിക്ചർ ആഡ് ചെയ്യാം. അപ്പോൾ ഇതിനൊരു സൈസ് ഉണ്ട്. അപ്പോൾ അതും ഒരു നമുക്ക് സാധാ ഒരു ഫോട്ടോയുടെ സൈസിൽ നമുക്കിതൊരിക്കലും സേവ് ആവുന്നതല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തു. അപ്പോൾ ഞാനത് കൊടുക്കാൻ നോക്കിയാണ്, പക്ഷേ അവിടെ എറർ എന്ന് കണ്ടു. അവിടെ ഓൾറെഡി ഒരു 1024/476 ഒരു സൈസ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അത് കുറവായതുകൊണ്ട് അത് എററായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് യൂട്യൂബ് കവർ ഫോട്ടോ സൈസ് എന്ന് 2048x1152 അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു കുറച്ചും കൂടി ക്വാളിറ്റി കൂടിയ സൈസ് കൂടിയ ഫോട്ടോ എടുത്തു. ശേഷം ഞാനത് സെലക്ട് ചെയ്തു, അഡ്ജസ്റ്റ് ചെയ്തു. അത് ഓക്കെ ആയിട്ടുണ്ട്, അവിടെ സേവ് ആയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു ഓപ്ഷൻ എന്നുണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എഡിറ്റ് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ വീഡിയോ വാട്ടർമാർക്ക് എന്ന് കാണാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ എൻ്റെ ഒരു ചാനലിൽ ഞാൻ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ഈ റൈറ്റ് സൈഡിൽ താഴെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് നൗ എന്നുള്ളത് കാണാം. ഇതാണ് ഇതുകൊണ്ട് വീഡിയോ വാട്ടർമാർക്ക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് നൗ എന്നുള്ളൊരു ലോഗോ നമ്മളിവിടെ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തു. എന്നിട്ടൊരു സബ്സ്ക്രൈബ് ലോഗോ എന്ന് പറഞ്ഞിട്ടൊരു ലോഗോ നമ്മൾ ഡൗൺലോഡ് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസൊക്കെ വെക്കാം. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഈ ഇവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ സബ്സ്ക്രൈബ് നൗ എന്നുള്ളൊരു ലോഗോയാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്തു. ശേഷം നമ്മൾ ചാനലിൻ്റെ കസ്റ്റമൈസേഷനിൽ വന്നു. അവിടെ അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു, ഡണ്ണ് കൊടുത്തു. നേരത്തെ അപ്ലോഡ് ചെയ്ത പോലെ സെയിം സ്റ്റെപ്പ് തന്നെ. അപ്പോൾ ഇവിടെ 3 ഓപ്ഷൻ ഉണ്ട്, എൻഡ് ഓഫ് വീഡിയോ, അങ്ങനെ. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ കൊടുത്ത ശേഷം നമ്മൾ പബ്ലിഷ് കൊടുക്കുക. വീഡിയോ മുഴുവനായിട്ട് കാണണം എന്നുള്ളത് കൊണ്ട് എൻ്റെ ഒരു വീഡിയോ കൊടുക്കുന്നു, ശേഷം പബ്ലിഷ് കൊടുക്കുക. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബേസിക് ഇൻഫോ എന്ന് കാണാം. അപ്പോൾ ഇവിടെ ചാനലിൻ്റെ നെയിമാണ്. അപ്പോൾ സിനിമ സൊറ ഓക്കെ ആണ്. അപ്പോൾ അത് നമ്മൾ അതവിടെ കൊടുത്തു. ചാനൽ നെയിം ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ചേഞ്ച് ചെയ്യാം. പിന്നെ കാണുന്നത് യൂട്യൂബ് ഹാൻഡിലാണ്. അപ്പോൾ ഞാൻ സിനിമ സൊറ എന്ന് എഡിറ്റ് ചെയ്തപ്പോൾ അത് ഓക്കെ ആണ്, ഗ്രീൻ സിഗ്നൽ അവിടെ വന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൂടുതൽ പറയാനുണ്ട്. സമയപരിമിതി മൂലം നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഡിസ്ക്രിപ്ഷൻ എന്നുള്ളത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ചാനലിനെ കുറിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും നമ്മുടെ ചാനലിനെ കുറിച്ച് എന്താണോ എന്ത് വീഡിയോസാണ് ഇടുന്നത് അത് കൊടുക്കാം. ശേഷം ചാനൽ URL എന്ന് കാണാം. അപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ ചാനലിൻ്റെ URL. അപ്പോൾ ഇത് ആർക്കെങ്കിലുമൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കോപ്പി ചെയ്താൽ മതി. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ലിങ്കാണ്, ആഡ് ലിങ്ക് എന്നുള്ളൊരു ഓപ്ഷൻ. അപ്പോൾ നമുക്കൊരു ഫേസ്ബുക്കിൻ്റെ ഒരു ലിങ്ക് നമുക്കിവിടെ ഷെയർ ചെയ്യാം. നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ ഏതിലേക്കും നമുക്കിവിടെ ലിങ്ക് പേസ്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മളിവിടെ ആഡ് ലിങ്ക് കൊടുത്തിട്ട് കൂടുതൽ അക്കൗണ്ട് നമ്മുടെ പേഴ്സണൽ IDs വേണമെങ്കിൽ നമുക്കിവിടെ കൊടുക്കാം. ഡിലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിലേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ആഡ് ലിങ്ക് കൊടുത്തു കഴിഞ്ഞ് നമുക്ക് കൂടുതൽ ട്വിറ്ററോ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ ഒക്കെ നമുക്കിതുപോലെ കൊടുക്കാം, ടൈറ്റിൽ കൊടുത്തിട്ട്. അടുത്തതായിട്ട് നമുക്ക് കാണാം കോണ്ടാക്റ്റ് ഇൻഫോ എന്നുള്ളത്. ഇവിടെ ഈ ഇമെയിൽ അഡ്രസ്സ് കാണാം. അപ്പോൾ ഈ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുമ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ ചാനലിൻ്റെ പേഴ്സണൽ ഇമെയിൽ ID കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അതിനായിട്ട് വേറൊരു ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്യുന്നതാണ് നല്ലത്, ഹാക്കിംഗ് ഒക്കെ വരാതിരിക്കാൻ. അതും കൊടുത്ത ശേഷം നമുക്ക് പബ്ലിഷ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ചാനലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത് വൃത്തിയായിട്ട് തോന്നുന്നുണ്ടോ, കാണാൻ ഭംഗിയുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്, കുഴപ്പമില്ല, ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് നേരത്തേതിനേക്കാൾ. ഇത് നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യുന്നു, ഫോട്ടോയൊക്കെ ഏത് രീതിയിൽ കൊടുക്കുന്നു എന്നതിനനുസരിച്ച് കൂടുതൽ നമുക്ക് ഭംഗിയായി കിട്ടുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചാനലിൻ്റെ കസ്റ്റമൈസേഷൻ ചെയ്തു. ഇപ്പോൾ നമ്മുടെ ചാനൽ നോക്കുമ്പോൾ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ കൂടുതൽ സെക്യൂരിറ്റി ആക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആദ്യത്തെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ അതൊക്കെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കൂടുതൽ ലെങ്ത്ത് കൂടുന്നതാണ്. തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത പാർട്ട് വീഡിയോയിൽ നമ്മളിതിനെക്കുറിച്ച് വ്യക്തമായിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. മുന്നോട്ടുള്ള വീഡിയോസിലൊക്കെ നമ്മൾ അത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോസ് ഒന്നും മിസ്സാവാതിരിക്കാൻ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് താഴെ കമൻറ്റ് ബോക്സിൽ
രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും നമ്മൾ ഇതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്, ചാനലിൻ്റെ സെക്യൂരിറ്റി കൂട്ടുന്നതും അതുപോലെ ഇനി നെക്സ്റ്റ് വീഡിയോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് നമ്മളെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിനെക്കുറിച്ചും ഷൂട്ട് ചെയ്യുന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ മറ്റൊരു യൂട്യൂബ് വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.